വന്നതിന് ശേഷം എനിക്ക് ജോബ് ലഭിച്ചതിന് ശേഷം എല്ലാ മാസവും ഇങ്ങനെ ദശാംശം മുടങ്ങാതെ അർഹതപ്പെട്ടവർ കയ്യിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ദിവസം തോറും എല്ലാ ദിവസവും, ഞാൻ ഹിന്ദു ആണ്, എന്നാലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദിവ്യബലിയിൽ പങ്കെടുത്ത് എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിലും അരൂപിയിൽ കുർബാന സ്വീകരിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ജപമാലയും അതുപോലെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾ വായനയും അതുപോലെയുള്ള ബാക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു. ഉപവാസ പ്രാർത്ഥന, ധ്യാനം കാണുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ കണ്ട് എല്ലാ ദിവസവും എല്ലാ ധ്യാന ദിവസം കാണാൻ പറ്റില്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ കണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാക്ഷികൾ കണ്ട് ഷെയർ ചെയ്യുന്നു. വചനങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ അറിയാൻ പറ്റുന്ന മാക്സിമം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മാതാവിനെ അറിയാത്തവരെ അറിയിച്ച് അങ്ങനെ മാതാവ് വഴി ഈശോയിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, എൻ്റെ മൊബൈൽ ഒരു ദിവസം ട്രെയിനിൽ വെച്ച് നഷ്ടമായി. ഒരു മാസം മുൻപ് ട്രെയിനിൽ വരുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെയായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ ട്രെയിൻ മൂവ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മോള് അതൊക്കെ ഫോൺ എടുത്തൊന്ന് പുറത്തേക്ക് എറിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ട്രാക്കിൽ വീണു. ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ച മൊബൈൽ ഞാൻ തൃശ്ശൂരെത്തി 1 മണിക്കൂറിനുള്ളിൽ ലഭിച്ചു എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് നിന്ന് റെയിൽവേ പോലീസ് എന്നെ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത്.